Hi guys, ഞങ്ങൾ പ്രസവിക്കണം. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഡെലിവറി റൂമിൽ, അതായത് ഒരു സ്യൂട്ട് റൂം എടുത്ത് അവിടെ നിന്ന് എനിക്ക് ആ ഡെലിവറി കണ്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ ആദ്യം കാണാനും അതുപോലെ തന്നെ ഇവരുടെ ഡെലിവറി കാണാനും പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ശരിക്കും അവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അങ്ങനെ ഒരു ഡെലിവറി എൻ്റെ ലൈഫിൽ ഇവൾ അങ്ങനെ ഒരു ആവശ്യം പറയുന്നത് വരെ എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഡെലിവറി കാണാൻ പറ്റുമോ, എനിക്ക് ഡെലിവറി കാണുന്നതിനെ കുറിച്ചും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഡെലിവറി. കുറേയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബോധം കിട്ടുന്നു വീഴത്തില്ല. അത് എല്ലാ കാര്യങ്ങളും സമയവും കാര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബർത്ത് പാർട്ട്ണർ. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തിയില്ലെന്ന് പറയും. അതെ, അതിനു വേണ്ടിയിട്ട് ആ സ്യൂട്ട് റൂം കൊടുത്തിട്ടുണ്ട്, ബർത്തിങ് സ്യൂട്ട് റൂം എല്ലാം ഉണ്ട്. പ്രസവിക്കുമ്പോൾ TV യുടെ കണ്ടോടെ പ്രസവിക്കാം. ടോം ആൻഡ് ജെറി കണ്ടിട്ടായിരിക്കും പ്രസവിക്കുക. കൊച്ചിൻ്റെ അടുത്ത് വയ്ക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞു. കിംസ് ഹോസ്പിറ്റലിലാണ്. ഞങ്ങളുടെ ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ 9 മാസത്തെ കാത്തിരിപ്പ് അവസാനിച്ചു. ഇതിനു മുന്നേ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 6 മാസമായിട്ട് ഞങ്ങൾ ഗോവയിൽ നിന്ന് നാട്ടിൽ വന്ന് ആള് ജോലിക്കൊന്നും പോവാതെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നിലവിൽ ഡെലിവറി കഴിഞ്ഞു ഞങ്ങളൊരു ബർത്തിങ് ഷൂട്ടിലാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ബർത്തിങ് ഷൂട്ട് ആയതുകൊണ്ട് എനിക്കും ഫാമിലി, അതായത് എൻ്റെ അമ്മ, അശ്വിനിയുടെ അമ്മ, അവർക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് വേണമെങ്കിൽ കൂടെ നിൽക്കാം. നമ്മൾക്ക് 3 പേർക്ക് അശ്വിനിയുടെ കൂടെ ഡെലിവറി സമയത്ത് നിൽക്കാൻ പറ്റും. ഫൈനൽ ഇനി വരുന്ന സമയത്ത്, അതായത് ഡോക്ടേഴ്സും നേഴ്സസൊക്കെ വരുന്നുണ്ട്, ബാക്കി 2 പേരും മാറി ഞാൻ ഫുൾ ടൈം നിന്ന് ഡെലിവറി കാണാൻ പറ്റും. ലൈഫിൽ അങ്ങനെ ചാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ നടക്കുമെന്ന് ഞാൻ ഇതിന് മുമ്പൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ചിത്രം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഇവിടെ പോകുന്നു. കൊണ്ട് വീട്ടിൽ പോകുന്നു. എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് എത്തുന്നില്ല എടുക്കാൻ. നിങ്ങൾക്ക് ഭയങ്കര പൊക്കം. കുഞ്ഞിനെയും കൊണ്ട് പോകും. കണ്ണ് മാത്രം ഉണ്ട് വെളിയിൽ. ഡോറടക്കുന്നതിൻ്റെ കയ്യിലിരിക്കും. അയ്യോ, ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. കുഞ്ഞാവിനെയും കൊണ്ട് ഇതാരി പോണം. കുഞ്ഞാവിനെ കൊണ്ട് താഴെ പോകുന്നു.
സുമിത്ത് കൊച്ചിനെയും പ്രസവിച്ച് വീട്ടിൽ പോണേ.